നമസ്കാരം കേട്ടോ. ഇപ്പൊ എന്താണ് മന്ത്രേന്ത്യ, എന്താണ് വിശേഷം? മകന് നല്ല ബുദ്ധി വരാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചില്ലേ? ദൈവം ഓക്കെ പറഞ്ഞില്ലേ? എല്ലാം നന്നാവട്ടെ, എന്റെ മോന്റെ ജീവിതം നന്നാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അതമ്മയ്ക്ക് ഓൾറെഡി അറിയാവുന്നതല്ലേ. ദൈവം എപ്പോഴേ എനിക്ക് നല്ല ബുദ്ധി തന്ന് അനുഗ്രഹിച്ചു. എനിക്കിപ്പോ നല്ല സുഖമാണെന്നേ. ഐ ആം ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ. അമ്മേ, അമ്മ എന്താ പറ്റിയേ? ഇപ്പൊ എന്താ ഉണ്ടായെന്ന് പറ. എന്തിനിങ്ങനെ കരയുന്നേ? അമ്പലനടയിലിരുന്ന് ആരെങ്കിലും ഇങ്ങനെ കരയോ? ഛേ, എന്താ അമ്മ ഇതൊക്കെ? ഞാൻ കരയുന്നത് നിനക്ക് വേണ്ടിയാ, നിനക്ക് വേണ്ടി മാത്രം. നീ സന്തോഷിച്ചാ ഞാനും സന്തോഷിക്കും. എന്താ അതൊന്നും മനസ്സിലാക്കാത്തെ? അമ്മ, എനിക്കിപ്പോ എന്താ സംഭവിച്ച? ഞാൻ നന്നായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നേ. തിന്നും കുടിച്ചും ദേ സന്തോഷമായിട്ടല്ലേ ഇരിക്കുന്നേ. ഇനി വേറെന്താ വേണ്ടേ? ഇതല്ല നല്ല സന്തോഷം. ഇതല്ല. നിന്റെ അച്ഛൻ അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് അതിന്റെ വിലയും അറിയില്ല. പക്ഷെ ഞാനോ നിന്നെ സ്നേഹത്തോടെ അതെന്തായാലും നടക്കും. ഇപ്പൊ എണീറ്റ് വീട്ടിൽ പോകാൻ നോക്കും. എണീക്കമ്മ, പോവാന്നേ. എഴുന്നേക്ക്, ചീറം. ഈ അമ്മ കരയുന്നതിന് എന്തിനാ ഈ മകനും കരയുന്നത്? കരയുന്ന മകനെ മനസ്സിലാക്കാൻ കഴിയാത്ത അമ്മ. ഏതോ ഒരമ്മയുടെ മുന്നിലിരുന്ന് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന മകൻ. ജീവിത ചക്രങ്ങൾ പല വഴിക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനന്ന് സ്വീകരിച്ച തീരുമാനം വളരെ ശരിയായിരുന്നു. വിജയിച്ചിരിക്കുന്നു. ഗുരുദേവ, ഞാൻ ഇപ്പോഴും സംശയത്തിൽ തന്നെയാണ്. എന്ത്? ഇനിയും സംശയത്തിൽ? അതെ ഗുരുദേവ, അവർ രണ്ടുപേരിൽ ഞാൻ ആരോടാണ് അടുത്തിടപഴകേണ്ടതെന്ന് എനിക്ക് സംശയമാണ്. അവർക്ക് രണ്ടുപേർക്കും ആദിശേഷന്റെ ഗുണങ്ങളുണ്ട് ഗുരുദേവ. ഞാൻ തൃശൂലിനോട് അടുത്തിടപഴകുമ്പോ ത്രിവിക്രമനെ വഞ്ചിക്കുകയാണോ എന്നൊരു തോന്നൽ എന്റെ മനസ്സിൽ വരുന്നു. അതുപോലെ ത്രിവിക്രമനോട് അടുത്തിടപഴകുമ്പോഴും. നിന്റെ സംശയങ്ങൾ സാധാരണമാണ്. നമ്മൾ ആ രണ്ടുപേരിൽ ആദിശേഷൻ ആരാണെന്ന് കണ്ടുപിടിക്കുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിയിരിക്കും. ഇനി ആദിശേഷൻ ആരാണെന്ന് കണ്ടുപിടിക്കുവാൻ നമ്മുടെ മുൻപിൽ ഒരു മാർഗമേ ഉള്ളൂ. എന്താണ് പറയുന്നത് ഗുരുദേവ? ആദ്യം നീ ആ രണ്ടുപേരിൽ ഒരാളോട് അടുക്കുക. അയാളെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക. ഒപ്പം തന്നെ നിന്നെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അയാൾക്ക് അവസരം നൽകുക. അയാളുടെ ആന്തരിക ലോകത്ത്
കഴിഞ്ഞ ജന്മത്തിലെ ഓർമ്മകൾ തീർച്ചയായും ഉണ്ടാവും. ആദിശേഷനെങ്കിൽ ആദിശേഷന്റെ ഓർമ്മകൾ, അതല്ല മറ്റാരെങ്കിലും ആണെങ്കിൽ ആ ഓർമ്മകൾ. എന്തായാലും കഴിഞ്ഞ ജന്മത്തിലെ ഓർമ്മകൾ ഒരു വ്യക്തിക്കുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ശീഘ്രം ആരംഭിക്കാം ഗുരുദേവ. विनायकं गुरुं भानुं ब्रह्म विष्णु महेश्वरान् सरस्वती प्रणं व्याधो सर्वकार्यार्थसिद्धये वागीशाभ्यासुमनः सर्वार्थनाम प्रक्रमे यं नत्वा धृतकृत्यासु तं नमामि गजाननम्. ओम गणेश्वराय नमः, ओम स्कंदग्रजाय नमः, ओम अव्याय नमः, ओम पूताय नमः, ओम दक्षादक्षध्वाय नमः, द्विजप्रियाय नमः, अग्निगर्भजिते नमः, ओम सरस्वतीप्रदाय नमः, वाणिबलप्रदाय नमः, सर्वसिद्धिप्रदायकाय नमः, सर्वकन्याय नमः, सर्वरीप्रियाय नमः, सर्वात्मकाय नमः, सृष्टिकर्ते नमः, देवानिकार्तिकाय नमः, शिवाय नमः, शुद्धाय नमः. നീ നിൽക്കേണ്ട സ്ഥലം ഇതാണ്. ഇവിടെ നിൽക്കണം. ത്രിവിക്രം, നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ ഘട്ടം തുടങ്ങാൻ പോവാ. എനിക്കറിയാം നിനക്ക് ഈ ദൈവത്തിലൊന്നും വലിയ വിശ്വാസമില്ലെന്ന്, ബട്ട് ഇതിന്റെയൊക്കെ പിന്നിൽ ഏതോ ഒരു ശക്തി ഉണ്ട് പോണേ. ആ ശക്തിയെ മനസ്സിൽ വിചാരിച്ച് നിനക്ക് നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ശരിടാ. നന്ദീശ, ഇങ്ങോട്ട് കയറിയോ. തിരുമേനി, ദേ ഇങ്ങോട്ട്. ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും ഭാവി ജീവിതം നന്നാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് പുഷ്പങ്ങൾ അർപ്പിച്ചോളൂ. ഇത്രയും കാലം ഞാൻ ചെയ്തതൊക്കെ എന്റെ സ്വന്തം കഴിവും പ്രയത്നങ്ങളും കൊണ്ട് മാത്രം. ഒരുപാട് കഷ്ടപ്പെട്ട ഞാൻ ഈ സാമ്രാജ്യം പടുത്തുയർത്തിയത്. ഇന്നു മുതൽ നീ പുതിയൊരു പാതയിലേക്ക് കാലെടുത്ത് വെക്കുക. കാര്യം ഞാൻ നിന്റെ ഡാഡിയൊക്കെ തന്നെയാണ്. എന്നാലും ഈ ഒരു കാര്യത്തിൽ ഞാൻ യാതൊരു തരത്തിലും കൈകടത്തില്ല. ഓൾ യുവേഴ്സ്. താങ്ക്സ് ഡാഡി. ഡാഡി എന്നെ വിശ്വസിച്ചേപ്പിച്ച ഈ പ്രോജക്റ്റ് ഞാൻ നന്നായിട്ട് തന്നെ ചെയ്യും. ഞങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. നീ എന്ത് തീരുമാനം എടുക്കുമ്പോഴും പലതവണ ആലോചിച്ചിട്ട് വേണം തീരുമാനിക്കാൻ. ഇൻ കേസ് ഡൗട്ട് എന്തെങ്കിലും വന്നാൽ ഐ എം അവൈലബിൾ. യു ക്യാൻ കോൾ മീ എനി ടൈം. എല്ലാ കാര്യങ്ങളും നല്ല വിശ്വാസത്തോടെ വേണം ചെയ്യാനായിട്ട്. നീ ബോസ് ആണെന്ന കാരണം കൊണ്ട് ആരെയും ഹരാസ് ചെയ്യാൻ നിൽക്കരുത്. നിന്റെ മുൻകോപമൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കണം. ഓക്കെ? താങ്ക്സ് ഡാഡ്. ദമയന്തി, സ്വീറ്റ്സ് ഒക്കെ. താങ്ക് യു ചേട്ടാ. താങ്ക് യു ഡിയർ. വിക്രം. യെസ് ഡാഡി. താങ്ക്സ് അമ്മേ. ആരാടാ അമ്മ?
ആരെയാ നീ അമ്മേന്നൊക്കെ വിളിക്കുന്നത്? എന്നെ എന്തിനാ നീ അമ്മേന്നൊക്കെ വിളിക്കുന്നത്? അല്ല അത് പിന്നെ സംസാരിച്ചപ്പോ ഞാൻ അമ്മയെ സംസാരിച്ചപ്പോഴായാലും ഇനി എന്തായാലും മേലിൽ അങ്ങനെ വിളിച്ചു പോകരുത്. എന്റെ ഭർത്താവിനെ നീ എന്താ വിളിക്കാറ്? വലിയ മുതലാളിന്ന്, എന്റെ മകനെ കൊച്ചു മുതലാളിന്ന്. എങ്കിൽ പിന്നെ എന്നെ എന്താ വിളിക്കണ്ടേന്ന് നിനക്കറിയില്ലേ? കൊടുത്തത് നിങ്ങളെ മോന് വേണ്ടിയല്ലേ? അവന്റെ കൂടെ മറ്റവനെ കൂടി ചേർക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് പിടിക്കുന്നില്ല. ഇപ്പൊ നീ ഒന്നും പറയാൻ നിൽക്കണ്ട. നിന്റെ അളിയൻ നിന്നോട് തന്നെ ചൂടാവും. അതെ മോനെ, കൺഗ്രാറ്റ്സ്. താങ്ക്സ് അങ്കിളെ. താങ്ക് യു. നന്നായി വരട്ടെ. നാഗലോകത്തിലെ ഈ മാല അത്ഭുതകരമായ ഒന്നാണ്. നാഗമാണിക്യത്തെക്കാളും പവിത്രമായത്. ഇത് കൈവശം വെച്ചാൽ അത്ഭുതകരമായ സിദ്ധികൾ വന്നു ചേരുന്നതാണ്. ഇത് കൈവശമുണ്ടെങ്കിൽ വരുന്ന കഴിവുകളും ഏറെയാണ്. അതോടൊപ്പം എന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന്, ഞാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിന് ഈ കണ്ടകാരമായിരിക്കും വഴി കാണിക്കുന്നത്. ഇനി 3 ദിവസം കഴിഞ്ഞാൽ ഇതിൽ നിന്നും വലിയ പ്രഭ ചൊരിയാൻ ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ നിന്നും ഒരു ചൂർണം സൃഷ്ടിക്കപ്പെടും. അതുപയോഗിച്ചുകൊണ്ട് എനിക്കെന്ത് ചെയ്യണോ അത് ഞാൻ ചെയ്തു കൊള്ളാം. അതിനുശേഷം ആ ശക്തി മുഴുവൻ ഉപയോഗിച്ച് എന്റെ കാര്യങ്ങൾ ഞാൻ സാധിച്ചെടുക്കും. എനിക്കെന്റെ പേരക്കുട്ടിയുടെ ജീവിതമാണ് പ്രധാനം. ഓം കാളികായേ നമഃ. ചന്ദ്രു, ചന്ദ്രു എന്റെ ഷൂ എടുത്തോണ്ട് വാ. ചന്ദ്രു വേഗം വാ, സമയം പോകുന്നു. ചന്ദ്രു ഒന്ന് വേഗം വാ, എത്ര സമയായിടാ. അയ്യോ അങ്കിൾ, അങ്കിൾ എന്തിനാ കൊണ്ടുവന്നേ? ഇത് ചന്ദ്രു കൊണ്ടുവരില്ലായിരുന്നോ? ഷൂസ് അല്ലേ, ഞാൻ കൊണ്ടുവന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ.
അവൻ കൊണ്ടുവന്നാലും ഞാൻ കൊണ്ടുവന്നാലും ഒരുപോലെ. അതല്ല അങ്കിൾ, അത് എനിക്ക് ഷൂവിന്റെ ലേസ് കെട്ടാൻ കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അവനോട്. മനസ്സിലായി മനസ്സിലായി, അത്രയല്ലേ ഉള്ളൂ. അതൊന്നും കാര്യാക്കണ്ട. അങ്കിൾ അത് സാരമില്ല. വേണ്ട അങ്കിൾ, സാരമില്ല. ഞാൻ പറഞ്ഞേക്കാം അങ്കിൾ. വേണ്ട അങ്കിൾ. കൊച്ചുമുതലാളി, തൃശ്ശൂരിലും ചെറുപ്പത്തിൽ ലേസ് ഒന്നും കെട്ടാൻ അറിയില്ലായിരുന്നു. ഞാനാ കെട്ടിക്കൊടുക്കാറുള്ളത്. അവനാണെങ്കിൽ പിന്നെ അത് അഴിച്ചുകൊണ്ടിരിക്കും. കൊച്ചുമുതലാളിയും ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് പുന്നാരിപ്പിച്ചിട്ടുള്ളതാ. സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോ ഞാനല്ലേ ഷൂ ഒക്കെ കെട്ടിത്തന്നിട്ടുള്ളൂ. ഇപ്പോഴും അത് ചെയ്തെന്നേ ഉള്ളൂ. ഞാനെപ്പോഴും എന്റെ മോനായി തന്നെ കണ്ടിട്ടുള്ളൂ. കാല് വെക്ക്. അയ്യോ, ഇങ്ങോട്ട് വെക്കേ. വേണ്ടെങ്കില്. സോക്സ് ഇട്. അങ്കിളെ സോറി. സോറിയൊക്കെ പറയേണ്ട ആവശ്യം എന്താ? അങ്ങനെയല്ല അങ്കിൾ, അങ്കിള് പുറത്തുനിന്നുള്ള ആളൊന്നും അല്ലല്ലോ. അങ്കിളിനെ കൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്ന അത്ര. ചേ പുറത്തുനിന്നൊന്നും ആരുമില്ലല്ലോ ഇത് ചെയ്യുന്നത്. നോക്കേ, ലേസ് എല്ലാം പെർഫെക്റ്റ് അല്ലേ? അങ്കിള് കെട്ടിയോണ്ട് തന്നെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നു. ശരി അങ്കിൾ, ഒരു മിനിറ്റ്. എനിക്ക് ഡാഡി ഇതുവരെ ഇങ്ങനെയൊന്നും എനിക്ക് ഷൂ എടുത്തു തന്നിട്ടുമില്ല, ലേസ് കെട്ടി തന്നിട്ടുമില്ല. താങ്ക് യു അങ്കിൾ. മോളെ, അല്ല, ആളിയൻ ത്രിവിക്രമന്റെ അസിസ്റ്റന്റ് അവൻ എന്നോട് എന്താ പറയാത്തെ? ആ തൃശ്ശൂരിനെ സജസ്റ്റ് ചെയ്തത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അയ്യോ വിടങ്കിൾ, ഇപ്പൊ എന്തിനാ ടെൻഷനൊക്കെ? നിങ്ങൾ സന്തോഷായിട്ടില്ലേ? അങ്ങനെയാണോ? രാത്രിയിലേക്ക് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കണം. ഇപ്പൊ എന്താ ചേച്ചി സ്പെഷ്യല്? ഏയ് തൃശ്ശൂൽ, നീ എവിടെ പോകുന്നത്? വാ, കഴിച്ചിട്ട് പോവാം. നീ അവിടെ പോയിരിക്കും, ഞാൻ പോയി ഫോൺ എടുത്തോണ്ട് വരാം. ഓക്കെ? ഏയ് പോയി അവിടെ ഇരിക്കടാ, അപ്പോഴേക്കും ഞാൻ വരാം. വേഞ്ചല്ലേ? എഴുന്നേൽക്ക് അവിടുന്ന്. നിനക്കെന്താ ചെവിയേക്കില്ലേ? എഴുന്നേക്കണം. റീന, അവൻ അവിടെ കൊടുത്താൽ മതി. മോളെ, കൊണ്ടുപോയി വെച്ചാ മതി. കണ്ടല്ലോ അല്ലേ, നീ ഇരിക്കേണ്ട സ്ഥലം ഇതോ അവിടെയാണ്, ഇവിടെയല്ല. ഓടാ.